ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്ന് രാവിലെ മുതൽ വെയിലത്ത് പണിയായിരുന്നു, അതുകൊണ്ട് ഫേസൊക്കെ ടാൻ അടിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി വെച്ചാൽ സാരി അറേഞ്ച്മെൻറ്റാണ്. തറവാട്ടിലായിരുന്നു സാരിയൊക്കെ ഉണ്ടായത്. അപ്പോൾ കുറച്ച് സാരിയൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു, പിന്നെയും സാരി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അൽമാരിയിൽ എടുത്ത് വെക്കണം. ഞാനൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല പുതിയ വീട്ടിലേക്ക്. കുറേ സാരി കിടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സാരി കളക്ഷൻ ഉണ്ട്. ഇവിടെ മാത്രമല്ല, എൻ്റെ വീട്ടിലുണ്ട്, തറവാട്ടിലുമുണ്ട്. അവിടെ ഫുൾ സാരി ഇവിടെ കിട്ടും. അവിടെ അൽമാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ചൊക്കെ വെച്ചു. ഇവിടെ എനിക്കിപ്പം കമ്പ്യൂട്ടർ ക്ലാസ്സിന് അതിനൊക്കെ പോകുമ്പോൾ ഞാൻ സാരിയെ കൂടുതൽ ഇടുന്നത്. എല്ലാവർക്കും ഞാൻ സാരി എടുത്തിട്ട് കാണാൻ ഇഷ്ടം. അതുകൊണ്ട് കൂടുതൽ ഞാൻ സാരി എടുത്തിട്ട് ഞാൻ പോകാറ്. സത്യം പറഞ്ഞാൽ ഞാൻ അലമാരിയിൽ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. വലിയ അലമാരിയാണ്, മേലെയൊക്കെ തട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഹൈറ്റ് എത്തില്ല. ഞാൻ ഇറങ്ങി വെച്ചിട്ട് കിടക്കുന്നത്. ഇതൊക്കെ കല്യാണത്തിന് വാങ്ങിച്ച സാരിയാണ്. എൻ്റെ കല്യാണ സാരിയുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ സാരി. ഇപ്പോഴും അതേപോലെ ഭംഗിയായി കിടക്കുന്നുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. ബ്ലൗസ് വരെ എനിക്ക് ഇപ്പോഴും പാകാണ്, ലൂസാക്കേണ്ട വരെ വന്നിട്ടില്ല. കാരണം അതേ തടി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ഇതെൻ്റെ സൽക്കാര സാരിയാണ്, പച്ചയായിരുന്നു എൻ്റെ സൽക്കാര സാരി. ഇതെനിക്ക് ഫേവറേറ്റ് സാരിയാണ്. പക്ഷേ എൻ്റെ ബ്ലൗസ് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇപ്പോൾ ഒരു കിടക്കുന്നുണ്ട്, അത് നോക്കണം. പക്ഷേ എന്നാലും അത് ഡാമേജ് ആയി, അത് എടുക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ സാരി എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അത് എൻ്റെ വീട്ടിലുള്ളത്. അത് കുറച്ച് കളർ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നും. എൻ്റെ തലേന്നത്തെ സാരി എന്ന് വെച്ചാൽ ഒരു പച്ച സാരിയാണ്. അത് തറവാട്ടിൽ കിടക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. സാരി കല്യാണ സാരിയാണ്, അതുമാതിരി വെക്കുന്നത്. ഈ കളർ എനിക്ക് നന്നായി ചെയ്യുമായിരുന്നു. കല്യാണത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്തില്ല, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ വേറെ എൻ്റെ ഇത് ഫേവറേറ്റ് സാരി ഇതാണ്. ഇത് ആൻറ്റീൻ്റെ മോൻ്റെ കല്യാണത്തിനെടുത്ത സാരിയാണ്. അതായത് ആൻറ്റീൻ്റെ മോൻ വാങ്ങിക്കുന്ന സാരി കല്യാണത്തിന്. ഇത് പട്ടാണ്, കല്യാണപ്പട്ട് എന്ന് പറയുന്നത് കാഞ്ചീപുരം സാരിയില്ലേ, അതാണിത്. നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അധികം ഉടുത്തിട്ടൊന്നുമില്ല, നാട്ടിൽ തന്നെ വെച്ചിട്ട് പോയി. അപ്പം എൻ്റെ ബ്ലൗസ് നോക്കുമ്പോൾ ഡാമേജ് ആയിപ്പോയി. ബ്ലൗസിന് എന്താ പറ്റിയതെന്നറിയില്ല, കുറച്ച് ഡാമേജ് ആയിട്ടുള്ളത്. അപ്പം സാരി അടിപൊളിയാണ്, പക്ഷെ ഇതിന് പറ്റിയ ബ്ലൗസിന് അടിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരി ഇത് ഉടുത്താൽ തന്നെ അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കളർ ഇതാണ് കളറ്, പക്ഷെ നല്ല രസമാണ്. വേറെ ഫേവറേറ്റ് സാരി ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം വെയിറ്റ് ഇല്ലാത്ത ഇതുപോലത്തെ സാരിയാണ്. തീരെ വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല, അപ്പോൾ ഉടുക്കാനും നല്ല സുഖമാണ്, നല്ല സോഫ്റ്റായ സാരിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഉടുക്കാൻ പറ്റും. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് സാരിയാണ്. ശരിക്കും നല്ല റേറ്റുള്ള സാരിയാണ്, പക്ഷേ ഞാൻ ഉടുക്കാതെ ഇവിടെ നാട്ടിൽ തന്നെ ആയിരുന്നു സാരിയൊക്കെ. അപ്പോൾ ഇത് വെറുതെ അൽമാരിയിൽ വെച്ചപ്പോൾ സാരിയൊക്കെ ഡാമേജായി. ചെറുതായിട്ട് ഒരു ചെറിയ കുത്ത് വന്നിട്ടുണ്ട്, പക്ഷെ കുഴപ്പം. ഉള്ള സാരി കുറേ വർക്കുള്ള സാരി കുറേ ഉണ്ട്. ഒരു 7 ഉണ്ടാവും. ഇത് ബാക്കിയെല്ലാം തറവാട്ടിലുള്ളത്. ഇങ്ങോട്ട് ഇതേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ
ഇതിന് നല്ല വിലയുള്ളതാണ്. അപ്പോൾ അതിനെ എടുക്കാനുണ്ട്. ഇതിൻ്റെ പച്ചയുണ്ട്, നീലയുണ്ട്, പിന്നെ വേറെയും കളറുണ്ട്. ഇതൊക്കെ കളർ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ 5-6 സാരി ഉണ്ട് ഇതുപോലത്തെ വർക്കുള്ള. നല്ല വെയിറ്റാണ്, നല്ല വെയിറ്റാണ് ഹെവി. അപ്പം ഇത്രയും സാരി എടുത്തു വെച്ച് കഴിഞ്ഞു. ഇത്രയും തന്നെ സാരി ഇനിയും എടുത്ത് വെക്കാനുണ്ട്. അത് തറവാട്ടൊക്കെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് സാരി ഉണ്ട്, ഇനി കല്ലുള്ള സാരി ഉണ്ട്, അങ്ങനെ കുറച്ചുകൂടി സാരി ഉണ്ട് കിടക്കാൻ. അപ്പം ഇതൊക്കെ എടുത്ത് വെക്കാൻ തന്നെ ഞാൻ ടയേർഡായി. ഇനി ബാക്കിയുള്ളത് നാളെയോ മറ്റന്നാളോ അതിൻ്റെ എടുത്ത് വെക്കണം.